പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം തിരുവചനമാണ്. ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുക്കുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തരുന്നത്. മറ്റുള്ളവരിൽ യേശുവിനെ കണ്ടുകൊണ്ട് അവർക്ക് നന്മ ചെയ്യുവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു തിരുവചനമാണ് ഇത്. നാം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുമ്പോഴെല്ലാം യേശുവിന് തന്നെയാണ് നാം ചെയ്തു കൊടുക്കുന്നത്. ലൂക്ക 6:38 തിരുവചനം പറയുകയാണ്, കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. സുഭാഷിതം 19:17 തിരുവചനം ഇപ്രകാരമാണ് നമ്മോട് പറയുന്നത്, ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് കടം വീട്ടും. സങ്കീർത്തനം 41:1 സങ്കീർത്തകൻ പറയുന്നു, ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാനാണ്, കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും. തോബിത്ത് 4-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളിൽ തോബിത്ത് തൻ്റെ മകനായ തോബിയാസിനോട് ചില ഉപദേശങ്ങൾ പറയുന്നുണ്ട്. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്, പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിക്കരുത്, അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക, കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. ദാരിദ്ര്യകാലത്ത് ഒരു നല്ല സമ്പാദ്യം നേടിവെക്കുകയാണ് നാം അതുവഴി ചെയ്യുന്നത്. ഇതുപോലെയുള്ള ഉപദേശങ്ങൾ പലപ്പോഴും നാം നമ്മുടെ മക്കൾക്ക് കൊടുക്കാറില്ല. അത് സ്വാർത്ഥതയും അഹങ്കാരവും മൂലമാണ് നാം അങ്ങനെ ചെയ്യുന്നത്. നമ്മിൽ പലരും ചിന്തിക്കുന്നത്, ദാനധർമ്മം ചെയ്യുമ്പോൾ തീർന്നു പോവുകയല്ലേ, എൻ്റെ സമ്പാദ്യം എൻ്റെ സുഖത്തിനും എൻ്റെ മക്കളുടെ സുഖത്തിനുമായിട്ടാണ് എന്നാണ്. ആ ചിന്ത തീർത്തും സ്വാർത്ഥപരവും അഹങ്കാരം നിറഞ്ഞതുമാണ്. ഞാനുണ്ടാക്കുന്നത് എനിക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു ചിന്ത. എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് ചോദിക്കുന്നുണ്ട്. ദൈവ സ്നേഹം നമ്മളിൽ കൊള്ളാത്തതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാര്യം. നാം ശരിയായ രീതിയിൽ ദൈവസ്നേഹം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ സഹോദരനെ സ്നേഹിക്കുവാനും അവർക്ക് നന്മകൾ ചെയ്യുവാനും നമുക്ക് സാധിക്കും. അതിനായി നാം പരിശ്രമിക്കുകയും ചെയ്യും. 1 യോഹന്നാൻ 3:17 പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, ലൗകിക സമ്പത്ത് ഉണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായം അർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? ദൈവസ്നേഹം നമ്മിലുണ്ടെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അവർക്ക് നന്മകൾ ചെയ്യുവാനും നമുക്ക് സാധിക്കും. അവരാവശ്യപ്പെടാതെ തന്നെ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള ഒരു ആത്മധൈര്യവും ഒരു ഉൾപ്രേരണയും നമുക്ക് ലഭിക്കും. മനുഷ്യൻ്റെ ദാനധർമ്മത്തെ മോതിരത്തെ എന്ന പോലെയാണ് കർത്താവ് വിലമതിക്കുന്നത്. ജലം അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. അത്രയ്ക്ക് ഗുണകരമാണ് നാം ദാനധർമ്മം ചെയ്യുമ്പോൾ. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ നമ്മുടെ ദാനധർമ്മം നമ്മുടെ പാപത്തിനൊരു പരിഹാരമായി മാറുകയാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ യേശുവും പരിശുദ്ധ മറിയവും കൊണ്ടാണ് അവിടെ ചെന്നത്. വിവാഹ വിരുന്നിനിടയ്ക്ക് ആ വിരുന്ന് നടക്കുമ്പോൾ അതിഥികൾക്ക് വിളമ്പേണ്ട വീഞ്ഞ് തീർന്നു പോയെന്ന് മറിയം അറിഞ്ഞു. വീഞ്ഞിൻ്റെ അഭാവം വിരുന്നിനെ സാരമായി ബാധിക്കുമെന്നും ഗൃഹനാഥനും കുടുംബവും അപമാനിതരാകും എന്നും അറിഞ്ഞ മറിയം അതിനുള്ള പരിഹാരം യേശുവിന് അടുത്ത് പറയുകയാണ്. തൻ്റെ പുത്രൻ ഈ കുറവ് പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ബോധ്യമുണ്ടായതുകൊണ്ടാണ് മറിയം യേശുവിനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞത്. ആ പ്രശ്നം യേശു പരിഹരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതുപോലെ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് നന്മകൾ ചെയ്യുന്ന ഒരു മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ
നമ്മുടെ ആവശ്യങ്ങളെ നാം മാതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് തൻ്റെ മകനായ പുത്രനോട് പറഞ്ഞ് എല്ലാ കാര്യവും നമുക്ക് നേടിത്തരും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.